പണ്ട് പണ്ട് മമ്മിയൊക്കെ ഇങ്ങനെ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അമ്മ എങ്ങനെയായിരിക്കും എത്ര പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക, എത്ര സ്പീഡിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അമ്മയുടെ ജോലി നോക്കുന്നുണ്ട്, പിന്നെ അടുക്കളയിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, കുട്ടികളുടെ കാര്യം നോക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുമല്ലോ. ഇതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ പണ്ടിങ്ങനെ അത്ഭുതപ്പെട്ട് നിന്നിട്ടുണ്ട്. ഞാൻ കല്യാണം കഴിച്ച് കുറച്ചാളൊക്കെ കഴിഞ്ഞപ്പോഴായി എനിക്ക് സത്യം പറഞ്ഞാലേ ഈ സ്പീഡൊക്കെ എങ്ങനെ ആവുന്നതെന്ന് മനസ്സിലാവുന്നത്. കാര്യം എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യണം, എല്ലാം നല്ല പെർഫെക്റ്റായിട്ടും ചെയ്യണം. ഇപ്പോൾ ഇന്ന് കണ്ട നോക്കുക, ഞങ്ങൾ ഇപ്പം ഒരു കറി വെക്കുന്നത് നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. തേങ്ങ അരച്ചുള്ള കറിയാണേ. ആദ്യം ഉള്ളിയൊക്കെ വഴറ്റിയിട്ടു, ഉള്ളിയും പച്ചമുളകും കൂടെ ആദ്യം നമ്മൾ വഴറ്റുന്നു. അത് കഴിഞ്ഞിട്ട് ഈ കറി ഒഴിക്കുന്നു, ഇനി ഉപ്പിടുന്നു. പാകത്തിന് ഉപ്പിട്ടില്ലെങ്കിൽ പ്രശ്നമാവും. അതുകൊണ്ട് കുറച്ച് നോക്കിയും കണ്ടൊക്കെ ഉപ്പിട്ടാൽ മതി. അതിനുശേഷം നമ്മൾ ചെമ്മീനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പ്രോൺസ് അധികമായിട്ട് നമുക്ക് കിട്ടാറില്ല, എങ്കിലും കിട്ടുമ്പോൾ നമുക്ക് ഇതുപോലെ കറി വെക്കാനാണ് ഇഷ്ടം. കാര്യം എന്ന് വെച്ചാൽ വീട്ടിൽ ഇതുപോലെയാണ് കറി വെച്ച് തരുന്നത്. അല്ലാതെ നമ്മൾ എന്താ പറയുക, റെസ്റ്റോറൻറ്റിലൊക്കെ ചെല്ലുമ്പോൾ വേറെ സ്ഥലത്തിൽ കറി വെച്ച് കിട്ടാറില്ലേ. ഏതാ റോസ്റ്റ്, പ്രോൺ റോസ്റ്റ് എന്നൊക്കെ പറയും. എങ്ങനെ ഉള്ളി കൂടുതലും സവാളയായിരിക്കും ഉപയോഗിക്കുന്നത്. സവാളയിലും തക്കാളിയും കൂടെ വെച്ചിട്ട് ഒരു മസാലയൊക്കെ ഇട്ട് അതിനകത്ത് പ്രോൺസ് വെച്ചിട്ട് തരുന്നൊരു രീതിയുണ്ട്. പക്ഷേ അതിനേക്കാളും എല്ലാം ഇങ്ങനെ തീയലായിട്ട് വെക്കും. ഞാൻ കൊല്ലംകാരിയാണ്, അപ്പം തീയലാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത്. തീയൽ അത് കൊഞ്ച് തീയലാവാം, മലക്കറി തീയലാവാം, പടവലങ്ങ തീയലാവാം, ചേന തീയലാവാം, അങ്ങനെ എല്ലാം തീയൽ വെക്കുന്നൊരു പരിപാടി നമുക്കുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മത്തങ്ങയാണ്. ഇന്ന് മത്തങ്ങയുടെ ഒരു കറിയും കൂടെ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം പച്ചക്കറിയുടെ കറികളും കൂടെ നമുക്ക് വേണമല്ലോ. അപ്പോഴാണ് മത്തങ്ങ നമുക്ക് കിട്ടിയത്. അപ്പം നമ്മുടെ ഭർത്താവ് ഒരു വലിയ മത്തങ്ങ തന്നെ മേടിച്ചുകൊണ്ട് വന്നു. ആ മത്തങ്ങയുടെ ഏറ്റവും അവസാനത്തെ ഭാഗമാണിത്. ബാക്കിയെല്ലാം ഞാൻ കറി വെച്ച് കൂട്ടിക്കഴിഞ്ഞു. എനിക്ക് മത്തങ്ങ അത്രയ്ക്കും ഇഷ്ടമാണ്. മത്തങ്ങ കറി അറിയാത്തവരുണ്ടോ? ഇല്ലായിരിക്കുമെന്ന് എനിക്ക് വിജയിക്കുന്നു. അപ്പോൾ അതും കൂടി ഇന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാര്യം കുശാലാകും.